നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഠിനംകുളം ആതിര കൊലപാതക കേസിൽ പ്രതി ജോൺസൺ നടപ്പിലാക്കിയത് നീണ്ട നാളുകളെ പദ്ധതിയിട്ട ക്രൂരകൃത്യം. പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല പ്രതി ഇതിലേക്ക് നയിച്ചത്. ആതിരയും ജോൺസണും ഒരുമിച്ച് താമസിക്കാൻ വീട് എടുത്തിരുന്നുവെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. കുട്ടിയെ ഉപേക്ഷിച്ചു വരാൻ തയ്യാറായില്ലെന്ന് ആതിര പറഞ്ഞു. തുടർന്നാണ് ബലം പ്രയോഗിച്ച് കഴുത്തിൽ കത്തി കുത്തി കൊലപ്പെടുത്തിയെന്നും ജോൺസൺ മൊഴി നൽകിയതായി പോലീസ് പറയുന്നു. ആതിരയുടെ ബന്ധം കുടുംബം അറിഞ്ഞിരുന്നു. ജോൺസൺ തന്നെ ഇക്കാര്യം കുടുംബത്തോട് പറയുകയായിരുന്നു. തുടർന്ന് കുടുംബം ആതിര ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കൂടാതെ ഈ ബന്ധം വീട്ടിൽ അറിഞ്ഞ ശേഷം ആതിര തനിക്ക് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ജോൺസൺ ആതിരയുടെ വെഞ്ഞാറമൂടിലെ വീട്ടിലെത്തി. എന്നാൽ ഇവിടെ വെച്ച് ആതിരയുടെ അച്ഛൻ ജോൺസനെ മർദ്ദിച്ചു. കൂടാതെ ആതിര ഇയാൾക്കൊപ്പം പോയാൽ കുട്ടിയെ കൊന്ന് താൻ ആത്മഹത്യ ചെയ്യുമെന്ന ഭർത്താവ് രാജീവും ആതിരയെ ഭീഷണിപ്പെടുത്തി. ഇതോടെയാണ് ആതിര ജോൺസനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയത്. ഇതോടെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് പ്രതിയുടെ മൊഴിയിലുണ്ട്. കൊലപാതകത്തിന് പിന്നാലെ മുങ്ങിയ ജോൺസൺ ഔസേപ്പിനെ കോട്ടയം ചിങ്ങവനത്തെ ഒരു വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജോൺസൺ. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. കൃത്യം നടന്ന ദിവസം പെരുമാതുറയിലെ മുറിയിൽ നിന്ന് രാവിലെ 7 മണിയോടെ പ്രതി മതിൽ ചാടി ആതിര താമസിക്കുന്ന വീടിനകത്തേക്ക് വന്നു. അവസാനമായി ആതിരയെ ഒന്ന് കാണണമെന്നായിരുന്നു ജോൺസന്റെ ആവശ്യം. തന്റെ ബൈക്ക് അടക്കം വിറ്റിട്ടാണ് പ്രതി ആതിരയെ കാണാൻ എത്തിയത്. വീട്ടിൽ എത്തിയ പ്രതിക്ക് ആതിര ചായ ഇട്ടുകൊടുത്തു. ഈ സമയം ജോൺസൺ കയ്യിൽ കരുതിയ കത്തി മുറിക്കുള്ളിലെ കിടക്കേണ്ടിക്ക് അടിയിൽ സൂക്ഷിച്ചു. ഇതിനിടെ കുട്ടി ഉണരുകയും ആതിര കുട്ടിയെ ഒരുക്കി സ്കൂളിൽ വിടുകയും എല്ലാം ചെയ്തു. ഈ സമയം എല്ലാം പ്രതി വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയെ സ്കൂളിൽ വിട്ട ശേഷം ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ആതിര മടങ്ങി റൂമിൽ എത്തിയപ്പോഴാണ് കൊലപാതകം നടന്നത്. കൃത്യം നടക്കുന്നതിനിടയിൽ ജോൺസന്റെ കൈക്ക് മുറിവേറ്റിരുന്നു. കൊലപാതക ശേഷം ജോൺസന്റെ ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ടിട്ടാണ് ഇറങ്ങിയത്. ആതിര തന്റെ കൂടെ വരാൻ സമ്മതിക്കാത്തതാണ് കൊലപാതകം നടത്താൻ കാരണമെന്ന് നേരത്തെ പ്രതി മൊഴി നൽകിയിരുന്നു. ഈ മാസം 7-ാം തീയതി തമ്മിൽ കണ്ട ഇരുവരും അന്ന് ജോൺസൺ ബുള്ളറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നുവെന്നും മൊഴിയിലുണ്ട്. ഡിസംബർ 7 മുതൽ ജനുവരി 7 വരെ ചിങ്ങവനത്ത് ഒരു രോഗിയെ നോക്കിയ ജോൺസൺ അതിനുശേഷമാണ് ജോലി ഉപേക്ഷിച്ച് പെരുമാതുറയിലേക്ക് എത്തിയത്. ജോൺസൺ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ ചിറയൻകീഴ് വലിയകട ശ്രീറാം സ്റ്റോർ, കൃത്യത്തിന് ശേഷം ഇയാൾ രക്ഷപ്പെട്ട സ്കൂട്ടർ കണ്ടെത്തിയ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൃത്യം നടന്ന വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പും നാട്ടുകാരുടെ പ്രതിഷേധം കനക്കാൻ സാധ്യത ഉള്ളതിനാൽ വൈകുമെന്നാണ് സൂചന. കൊലപാതകം നടന്നതിന്റെ തലേ ദിവസം ജോൺസൺ കത്തി വാങ്ങിച്ചതായി കടയുടമ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊലപാതകത്തിന്റെ അന്ന് ജോൺസൺ ധരിച്ചിരുന്ന ജീൻസ് പാന്റ് റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് നിന്നും കണ്ടെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.